എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ മാസം പ്രൈസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ് വന്നിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നവംബർ ഡിസംബറൊക്കെ വരുമ്പോൾ പ്രൈസ് റേഞ്ചിൽ വരുമെന്ന്. ഇപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നടക്കുന്നത്. റേഞ്ചിൽ വരുന്നതുകൊണ്ട് പല ആൾക്കാർക്കും ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഇവിടെ നിന്നൊക്കെ കയറി ഒരു 3 മാസത്തോളം നല്ല ബുള്ളിഷിൽ ഇങ്ങനെ പ്രൈസ് പോയി. അതിന് മുമ്പും പ്രൈസ് ഇവിടെ ഒരു റേഞ്ച് ഉണ്ടായിരുന്നു, അതിന് മുമ്പും പ്രൈസ് നല്ല ബുള്ളിഷിൽ പോയി. പക്ഷേ ഈ റേഞ്ചൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നല്ലൊരു ഈ ഒരു റേഞ്ചിലൊക്കെ നിൽക്കുമ്പോഴും നല്ലൊരു ലോങ് ടൈം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന എൻട്രികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നു കഴിയുമ്പോഴത്തേക്കും പലപ്പോഴും ഒന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് പോകുന്നു, ബ്രേക്ക് ഈവൻ അടിച്ചിട്ട് പോകുന്നു, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ മെയിൻ റീസൺ തന്നെ നിങ്ങൾ എടുക്കുന്ന ട്രേഡ്സുകളെല്ലാം ഇതേപോലെ വലിയ വലിയ ടാർഗറ്റുകൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ റേഞ്ച് മാർക്കറ്റിലുള്ള കൺഫർമേഷനും അതേപോലെ തന്നെ നല്ല ബുള്ളിഷ് മാർക്കറ്റിലുള്ള കൺഫർമേഷൻ തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ബുള്ളിഷ് മാർക്കറ്റിൽ എവിടെയെങ്കിലും ഒരു സെറ്റപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ നമ്മുടെ സെറ്റപ്പിൽ കൺഫർമേഷൻ എടുക്കണമെങ്കിൽ കറക്റ്റായിട്ട് അത് ട്രിഗർ ചെയ്ത് നല്ല പ്രോഫിറ്റിലേക്ക് ലോങ് ടൈം നല്ല പ്രോഫിറ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന 50 RR 100 RR ഒക്കെ എടുത്ത ആളുകളുണ്ട് അല്ലേ. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കി 100 RR എന്നൊക്കെ. അപ്പം ഇവിടുത്തെ നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മിനിമം 1:2 ഒക്കെ ആയിരിക്കും നമുക്ക് ഒരു 1:1 കൂടുതൽ പിടിക്കാം. 1:2 1:5 10 ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ട്രേഡ്സിൻ്റെ എണ്ണം കുറവാണ്. നമ്മൾ എടുക്കുന്ന ട്രേഡ്സ് ചെറിയ ലോങ് ടൈം അല്ല ഷോർട്ട് ടൈമേ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരും. അതായത് സിംഗ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ സംബന്ധിച്ച് ഈ ഒരു ഏരിയയിൽ അവർക്ക് ട്രേഡ്സ് കുറവാണ്. ട്രേഡ്സ് ഇല്ലയെന്ന് തന്നെ പറയാം. അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു ദിവസം 2 ദിവസമൊക്കെ ഹോൾഡ് ചെയ്ത ട്രേഡുകളൊക്കെ അതേ പൊസിഷനിലേക്ക് വീണ്ടും അതിൻ്റെ ബ്രേക്ക് ഇവനോ അതിൻ്റെ ലിക്വിഡിറ്റിയൊക്കെ എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ 2 ദിവസമൊക്കെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാലും നേരത്തെ നമുക്കൊരു $50-100 മൂവ്മെൻറ്റ്സ് 2 ദിവസം കൊണ്ട് കിട്ടുമായിരുന്നു, മിനിമം കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് $10-40 അല്ലെങ്കിൽ $20 $30 മൂവ്മെൻറ്റ്സ് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. പലപ്പോഴും എടുക്കുന്നത് ബ്രേക്ക് ഇവനാണ്. അപ്പോൾ നമ്മൾ റേഞ്ച് മാർക്കറ്റിൽ എങ്ങനെ നമുക്ക് ട്രേഡ് എടുക്കാം നമ്മൾ പഠിക്കുക. മാർക്കറ്റ് മാറുന്നതിന് മുമ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഇനി റേഞ്ച് മാർക്കറ്റ് വരാൻ പോകുന്നത്. അപ്പോൾ അതനുസരിച്ച് എടുക്കുക. അത് ഞാൻ കുറച്ച് ടിപ്സുകൾ കൂടി ഞാൻ ആഡ് ചെയ്ത് പറഞ്ഞുതരാം. അത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇച്ചിരി കൂടി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും അതേപോലെ എക്സ്പീരിയൻസ് കുറവുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ടിപ്സ് കൊണ്ട് ഒരുപാട് നല്ല പ്രോഫിറ്റൊക്കെ എടുക്കാനായിട്ട് നവംബർ ഡിസംബറിലൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ആഴ്ചത്തെ വീക്കിലി അനാലിസിസ് മൺഡേ ആണ് വന്നിരിക്കുന്നത്. 2 ആഴ്ചയായിട്ട് ഞാനിവിടെ സ്ഥലത്തില്ലായിരുന്നു. എന്നെ സംബന്ധിച്ച് നമ്മളെ കേരളത്തിൽ താമസിക്കുന്നതുകൊണ്ട് ഏറ്റവും നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നവംബർ ഡിസംബറാണ്. അപ്പോൾ നമ്മൾ പണിയെടുത്തുണ്ടാക്കിയിരിക്കണ കാശ് പരമാവധി എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഇത്. അപ്പോൾ എനിക്കത് കറക്റ്റായിട്ടുള്ള മണി മാനേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു സെറ്റപ്പിലൂടെയാണ് ഈ സമയങ്ങളിലൊക്കെ ഒരുപാട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. എന്നാൽ ഒരുപാട് ട്രാവലൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ കേരളത്തിൽ ഒരുപാട് ട്രാവലിംഗ് ഞാൻ നടത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പല ആഴ്ചയിൽ 2-3 ദിവസം, അതായത് പകുതിയും ട്രാവലിംഗ് തന്നെയാണ്. പല സ്ഥലങ്ങളിലില്ല, ചെല്ലുന്ന സ്ഥലങ്ങളിലൊന്നും റേഞ്ച് ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും റിപ്ലൈ തരാനായിട്ട് വൈകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നവംബർ ഡിസംബർ ജാനുവരി പകുതിയോടെ ഈ രീതിയിലായിരിക്കും നമ്മൾ പോകുന്നത്. എന്ന് വെച്ചാൽ പരമാവധി നമ്മൾ എൻജോയ്മെൻറ്റിലായിരിക്കും. അതായത് ഫോറക്സ് ട്രേഡറിനെ സംബന്ധിച്ച് ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള മാസത്തിലെടുത്ത് കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് നവംബർ ഡിസംബർ ജാനുവരി മാസങ്ങളിലായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നവംബർ ഡിസംബറിലേക്ക് ഇതേപോലെ റേഞ്ച് ബിസിനസ് വരും. പിന്നെ ഓൾറെഡി എല്ലാ ആൾക്കാർക്കും അവിടെ ഏഷ്യയിലൊക്കെ, അതായത് യൂറോപ്യൻ കൺട്രികളിലൊക്കെ എല്ലായിടത്തും അവധി വരുന്നൊരു ദിവസമാണ്. പിന്നെ ഈ പറയുന്ന ഡിസംബർ ഇയർ എൻഡ് ആയതുകൊണ്ട് തന്നെ ക്ലോസിങ്ങും കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും പല കമ്പനികളിലും. അപ്പോൾ അതിൻ്റെയൊക്കെയാണ് ഇവിടെ റേഞ്ച് ബിസിനസ് വരുന്നത്. പല ബാങ്കുകളിലും അവർ കറക്റ്റായിട്ട് പല ഇൻസ്റ്റിറ്റ്യൂഷനും ഈ സമയത്ത് ബിസിനസ് ചെയ്യുന്നത് കുറവായിരിക്കും, അവരുടെ ക്ലോസിങ് ആയതുകൊണ്ട് തന്നെ, ഇയർ എൻഡിങ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് കുറവൊക്കെയാണ്. അതെല്ലാ നവംബർ ഡിസംബർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ചില സമയത്ത് നമ്മൾ നോക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണേം കാണാം. കൂടുതൽ സമയത്തും റേഞ്ചിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പക്ഷേ ഞാൻ പറയുന്ന ഈ ടിപ്സുകളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാവുന്നതാണ് കേട്ടോ. ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് എടുക്കണമെന്ന് പറഞ്ഞാൽ മാർക്കറ്റിനനുസരിച്ച് ട്രേഡ് ചെയ്യുക, അല്ലാതെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാർക്കറ്റ് ഒന്നും ചെയ്യാറില്ല. മാർക്കറ്റിൻ്റെ ഇഷ്ടം എന്താണ്, മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നത് ഐഡൻറ്റിഫൈ ചെയ്യുക, അതനുസരിച്ച് ട്രേഡ് ചെയ്യുക. ഓക്കെ, ഞാൻ ഈ സമയം കളയുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീക്കിലേക്ക് വരാം. വീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഏകദേശം ഒരു ബിയറിഷ് ക്യാൻഡിലാണെങ്കിൽ ഏകദേശം ഡോജി എന്ന് പറയാം, വലിയ ബോഡിയൊന്നും ഇല്ല, ഒരു റേഞ്ച് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഈ ഒരാഴ്ച, അതായത് ഒക്ടോബർ പകുതിയോടെ വന്നിട്ട് നവംബർ ലാസ്റ്റ് ആകുമ്പോഴും പകുതിയോടെ ഏകദേശം 1 മാസത്തോളം പ്രൈസ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു 6 ആഴ്ചത്തോളം പ്രൈസ്, ഇവിടം വരെ നോക്കണമെങ്കിൽ 6 ആഴ്ചത്തോളം പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത് ഞാൻ പറയുള്ളൂ. അപ്പോൾ നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ
മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ നോക്കിയേ ഒരേ റേഞ്ചിൽ തന്നെ. ഇവിടെ നിന്നൊരു ബൈ എടുത്ത് ഹോൾഡ് ചെയ്തിരിക്കുന്നവനെ സംബന്ധിച്ച് അടുത്ത ദിവസം വന്ന് ബ്രേക്ക് ചെയ്യാൻ അടിക്കുക. സെല്ലെടുത്ത് നിൽക്കുന്നവനെ സംബന്ധിച്ച് ഇതാണ് ഞാൻ പറഞ്ഞാൽ നമുക്കൊരു വലിയ ലോങ് ടൈം എടുക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്തെടുത്ത് ഒരു ഹൈ പ്രയോറിറ്റി ഓർഡർ ഫ്ലോ നമ്മളെടുത്ത് ഈ ഹൈ പ്രയോറിറ്റി ഓർഡർ ഫ്ലോയുടെ ഫസ്റ്റ് ടാർഗറ്റ് ഇതും സെക്കൻഡ് ടാർഗറ്റ് ഈ മേജർ ഹൈവാണ്. പക്ഷേ റേഞ്ച് ബിസിനസ് ആയതുകൊണ്ട് ഞാൻ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞതാണ്, ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു കൺഫർമേഷൻ കിട്ടും. ഇച്ചിരിയും കൂടി ലോങ് ടൈം ഒരു $10-60 നിങ്ങൾക്ക് മൂവ്മെൻറ്റ് കിട്ടും. പക്ഷേ ഇത് ലോങ് ടൈം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യാൻ അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഉറപ്പായിട്ട് നമ്മുടെ ടാർഗറ്റ് ഇതാണ്, ഇത് അടിക്കേണ്ടതാണ്. പക്ഷേ ഈ മാർക്കറ്റ് ഇങ്ങനെയാണ്, അതുകൊണ്ട് ചിലപ്പോൾ ഇതിൻ്റെ ലിക്വിഡിറ്റി ചെയ്താലും നിങ്ങൾക്ക് വീണ്ടും ബൈ ചെയ്യാം. പക്ഷേ ഇത് ഹൈ പ്രയോറിറ്റി ഓർഡർ ഫ്ലോ തന്നെയാണ്. ചിലപ്പോൾ ഇത് പതിയെ കയറാം, ദിവസങ്ങളോ ആഴ്ചകളോ എടുത്ത് ഇവിടെ കയറാം. ചിലപ്പോൾ ഈ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കുക. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം മൺഡേ ടു ഫ്രൈഡേ ഇപ്പോൾ ഈ മൺഡേ തുടങ്ങുമ്പം പ്രൈസ് അതേ റേഞ്ചിൽ തന്നെ നിൽക്കുകയാണ്. നമുക്ക് നേരെ 4 അവർ പോകാം. 4 അവറിൽ വന്നു കഴിഞ്ഞാൽ 4 അവറിലൊക്കെ നമുക്ക് ഇവിടെ നല്ലൊരു കഡിലും കൺഫർമേഷനൊക്കെ കിട്ടി. അതാണ് ഞാൻ പറഞ്ഞ ഈ കൺഫർമേഷൻ കിട്ടിയ സമയത്ത് പ്രൈസ് പക്ഷേ പ്രീവിയസ് ഹൈ ഒന്നും എടുക്കില്ല. പ്രീവിയസ് ഹൈ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡേയുടെ പ്രീവിയസ് ഹൈയുടെ അടുത്താണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ തൊട്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു എൻട്രി കിട്ടുമ്പോൾ 4040 എന്ന് പറയുമ്പോൾ ഏകദേശം $90 മൂവ്മെൻറ്റ്സ് കിട്ടി. നമ്മൾ ഇച്ചിരിയും കൂടി റിഫൈൻ ചെയ്ത് മിക്കവരും ട്രേഡൊക്കെ എടുത്തിട്ടുണ്ട്, 4000 സംതിങ്ങിൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺഫർമേഷൻ കിട്ടിയപ്പോൾ ലോങ് ടൈം ഹോൾഡ് ചെയ്ത് അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് ഏകദേശം $100-150 മൂവ്മെൻറ്റ്സ്, $100 മൂവ്മെൻറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും ബെസ്റ്റ് എൻട്രിയാണിത്. പിന്നെ എന്ത് സംഭവിച്ചെന്ന് നമുക്ക് നോക്കാം. 1 അവറിലേക്കൊക്കെ വന്ന് നോക്കിയിട്ടൊന്നും വേറെ കാര്യമൊന്നുമില്ല. 1 അവറിൽ നോക്കിയിട്ട് കാര്യമില്ല എന്നല്ല, 1 അവറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഗോൾഡിൽ 1 അവറിൻ്റെ സ്ട്രക്ചറൊക്കെയാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അതിപ്പോൾ നമുക്ക് പ്രൈസ് ഓൾറെഡി ബിയർ സ്ട്രക്ചറിലാണ് നിൽക്കുന്നത് 1 അവറിൽ തോന്നണം, നോക്കട്ടെ. ഓക്കെ, 1 അവറിൽ ഓൾറെഡി പ്രൈസ് ബിയറിഷാണ്. ബിയറിഷിൽ ഇനിയിപ്പോൾ ഇവിടെ പ്രൈസ് വന്നു. ഇപ്പോൾ ബിയറിഷ് ഐഡിയം തന്നു, ഐഡിയം എടുത്തു, ഡിസിഷൻ ഓഫ് ഫെയിലായി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ എക്സ്ട്രീമിൽ അവിടെ 4 അവറിൻ്റെ ഒരു എക്സ്ട്രീം മൂവ് ഉണ്ട് അവിടെയാണ്. പക്ഷേ നമുക്ക് ഈ ഒരു റേഞ്ചിൽ എങ്ങനെയാണ് പ്രൈസ് ബിഹേവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ സെല്ല് നോക്കുമ്പോഴത്തേക്കും പ്രൈസ് ഇവിടെ ഒന്ന് കയറിപ്പോയി. ഈ ഒരു ഹൈക്ക് ഇതായിരുന്നു ഐഡിയ. ഇവിടെ ഐഡിയം എടുത്തില്ല, ഈ ലോയ്ക്ക് ഈ ഐഡിയം എടുത്തില്ല, ഈ ലോയ്ക്ക് ഈ ഐഡിയം എടുത്തില്ല, പ്രൈസ് വീണ്ടും ഇറങ്ങുന്നു. പക്ഷേ ഈ ലോയ്ക്ക് പ്രൈസ് ഈ ഐഡിയം എടുത്തു അല്ലേ, ഈ ഐഡിയം എടുത്തു, എക്സ്ട്രീമിലാവുന്ന നേരെ തിരിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യുക, നമുക്ക് സെല്ല് ഇപ്പം നമ്മൾ സെല്ലാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നമുക്ക് നേരെ തിരിച്ച് ബൈ നോക്കുമ്പോൾ നോക്കിയേ ഈ ലോയ്ക്ക് ഇവിടെ ലിക്വിഡിറ്റി എടുത്ത് പ്രൈസ് കയറിപ്പോയി. ഈ ലോയ്ക്ക് ഇവിടെ പ്രൈസ് ഐഡിയം എടുത്തു, പ്രൈസ് കുറേ പോയി. പക്ഷേ ഈ ഹൈ ബ്രേക്ക് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ സ്ട്രക്ചർ സ്ട്രോങ് അല്ല, ഈ ഹൈനെ ബോഡി ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നോക്കിയാൽ നെക്സ്റ്റ് ഈ ഹൈക്ക് ഈ ഐഡിയം എടുത്തു, വീണ്ടും ഇത് ഇൻസൈഡാണ്, വീണ്ടും ആ എക്സ്ട്രീമിൽ ഐഡിയം എടുത്തു, പ്രൈസ് റിയാക്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ നോക്കിയെടുക്കാം. പക്ഷേ ഇതിലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 കൺഫർമേഷനിലെ പ്രൈസ് പോകുകയുള്ളൂ. നിങ്ങൾ 5 മിനിറ്റിലൊക്കെ പോയി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പലപ്പോഴും 2ാമത്തെ എൻട്രിയിലേക്ക് ആയിരിക്കും പ്രൈസ് പോകുന്നത്. പക്ഷേ ഇതിൻ്റെ രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ എൻട്രിയിലോ 2ാമത്തെ എൻട്രിയിലോ പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ റേഞ്ച് ഈ മാസം കഴിഞ്ഞ് നിൽക്കണമെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ആദ്യത്തെ എൻട്രി ലോസ് 2ാമത്തെ എൻട്രി 3ാമത്തെ കൺഫർമേഷനിലായിരിക്കും വേണം. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് 15 മിനിറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് വേറെ സെറ്റപ്പും കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. നമുക്കിതിൽ മെയിനായിട്ട് പ്രീവിയസ് സെക്ഷൻ്റെ ലോയൊക്കെ എടുക്കുമ്പോൾ, അതായത് സെക്ഷൻ ലിക്വിഡിറ്റി, പ്രീവിയസ് ഡേയുടെ ലിക്വിഡിറ്റിയൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ട്രേഡ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു പൊസിഷനിൽ നമുക്ക് എന്താണ് ഉള്ളതെന്ന് നോക്കാം. നമുക്ക് ഇന്ന് തന്നെ നോക്കാം. ഇന്നത്തെ തന്നെ വെച്ച് ഞാൻ ആ ഒരു ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് പ്രൈസ് നമ്മുടെ പ്രീവിയസ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂയോർക്കാണ് ഫ്രൈഡേയിലത്തെ. പക്ഷേ അതിൻ്റെ ലോ ഇവിടെ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അതും എടുത്ത് പ്രൈസ് താഴേക്ക് വന്നു, ഏഷ്യനിൽ വന്നു. നമുക്ക് ഏഷ്യനിലാണ് നമുക്ക് ട്രേഡ് നോക്കേണ്ടത്. നിങ്ങൾ 5 മിനിറ്റിൽ പോയി എടുക്കാതെ 50 മിനിറ്റിൽ കൺഫർമേഷൻ എടുത്ത് നോക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ ഓഫ് ട്രേഡ് കുറയും, മനസ്സിലായോ? നമ്പർ ഓഫ് ട്രേഡ് വീണ്ടും കുറയും, പക്ഷേ നിങ്ങൾക്ക് നല്ല നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ട്രേഡുകളായി മാറും. ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ ഒരു സെക്ഷൻ തുടങ്ങിയ സമയത്ത് നമുക്ക് ഇവിടെ 50 മിനിറ്റിൽ ഒരു സിംഗിൾ ക്യാൻഡിലോ IFC ക്യാൻഡിലോ ഇല്ല. പക്ഷേ അതിനുശേഷം പ്രൈസ് ഈ ലോ എടുത്തിട്ട് ഇവിടെ IFC ക്യാൻഡിൽ തന്നു, നെക്സ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ ബോഡി ബ്രേക്ക് ചെയ്തു, നെക്സ്റ്റ് ഇവിടെ നിന്ന് നിങ്ങൾ എൻട്രി എടുത്തു. സുഖമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്യാൻഡിൽ നിന്ന് 44 ഇത് വെച്ചാൽ നിങ്ങൾക്ക് പ്രീവിയസ് ഹൈ ടാർഗറ്റ് ചെയ്യുക 62, ഏകദേശം നിങ്ങൾക്ക് ഒരു $20 മോർണിംഗ് തന്നെ ധൈര്യമായിട്ട് പ്രോഫിറ്റ് എടുക്കുക. അതിനുശേഷം ഈ ഒരു ട്രേഡ്സ് കഴിഞ്ഞു. നമ്മുടെ ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഇനി വെക്കാൻ പോകുന്ന ടാർഗറ്റ്. പക്ഷേ ഈ ടാർഗറ്റിലേക്കൊക്കെ ക്ലോസ് ചെയ്യുമ്പോൾ എത്തുന്നില്ല. നെക്സ്റ്റ് ലണ്ടൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വീണ്ടും തിരിച്ചൊരു സെല്ല്. പക്ഷേ നമ്മളിപ്പോൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യൻ്റെ പകുതിയെ ലണ്ടനിൽ വോളിയമുള്ളൂ. അപ്പോൾ നമ്മൾ ലണ്ടനിൽ വന്നിട്ട് ഏഷ്യൻ്റെ ലോ എടുത്താന്ന് തന്നെ കിട്ടാനുള്ള സാധ്യത കുറവാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ പിന്നെ ലണ്ടനിൽ പണ്ടത്തെ ഏഷ്യൻ്റെ അവസ്ഥയാണ് ഇന്നത്തെ ലണ്ടൻ. കിഴന്ന ഇഴയണയാണ്, വോളിയം ഇല്ല.
അപ്പോൾ നമുക്ക് ഈ ലണ്ടനിൽ നമുക്ക് എങ്ങനെ ട്രേഡ് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലണ്ടനിൽ ഈ ഹൈ എടുത്തു, നമുക്ക് അവിടെ IFC ക്യാൻഡിലോ സിംഗിൾ ക്യാൻഡിലോ ഇല്ല. നെക്സ്റ്റ് ഇതെടുത്ത് നോക്കിയാൽ നമുക്ക് സെയിം ഒരു സിംഗിൾ ക്യാൻഡിൽ ആന്നേക്കും. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് IFC ക്യാൻഡിൽ ആന്നേക്കണം. ഈ IFC ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ഇത് നമുക്ക് കൺഫർമേഷൻ കിട്ടി, നെക്സ്റ്റ് മിറ്റിഗേഷൻ നടത്തി ഏകദേശം ഒരു 74 നമുക്ക് എന്ത് ചെയ്യുക എൻട്രി 70 71 നമുക്ക് എൻട്രി എടുക്കാം. പ്രീവിയസ് ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലോ ആയിരിക്കും നമ്മൾ മെയിനായിട്ട്, ഈ ലോ ഒന്നും ഇല്ല, ഇവിടെയാണ് ലോ. അപ്പോൾ നമുക്ക് അത്രയൊന്നും പ്രൈസ് പോകാൻ സാധ്യതയില്ല. നിങ്ങൾ 5 മിനിറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1:1 ഒക്കെ നിങ്ങൾക്ക് 1:1 ഒന്നും ഇല്ലെന്നോ 2ൻ്റെ പറ്റേക്കേ ഉള്ളൂ. ആ ഒരു ട്രേഡ് വേണമെങ്കിൽ നോക്കാം. പക്ഷേ സെക്ഷൻ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ട്രേഡ് ഒന്നെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നിടുക അല്ലെങ്കിൽ പ്രോഫിറ്റ് എടുത്ത് മാറുക. അതാണ് നല്ലത്. ഇതും ഞാൻ അത്രയുമേ പറയാം. ഇനി ന്യൂയോർക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യൻ ബിയർഷി, ലണ്ടൻ ബുള്ളിഷ്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ന്യൂയോർക്കും ബുള്ളിഷ് ആവേണ്ടതാണ് ചിലപ്പോൾ. പക്ഷേ ന്യൂയോർക്കൊന്നും ബുള്ളിഷിലേക്ക് വന്നിട്ട് ബിയറിഷിലേക്കും പോകാം കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബൈ ആയിരുന്നു നമ്മുടെ ഏറ്റവും ബെറ്റർ, നല്ലൊരു ബൈ ആയിരുന്നു ഇതെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ 50 മിനിറ്റിൽ നിങ്ങൾ വന്ന് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ്സ് കുറയും, പക്ഷേ ഞാൻ ഉള്ളൊരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റപ്പിലൂടെ നമ്മൾ ഫ്രൈഡേ നോക്കാം. ഫ്രൈഡേ മാർക്കറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. ഫ്രൈഡേ മാർക്കറ്റ് വാച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ലോ വന്ന് പ്രൈസ് എടുത്തിരിക്കുന്ന ഫസ്റ്റ് ഇതൊരു IFC ക്യാൻഡിലല്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി ഇല്ല. നെക്സ്റ്റ് നമ്മുടെ സെക്ഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടിയിരിക്കുന്ന കൺഫർമേഷനിൽ കയറാതിരിക്കുക, അതിൻ്റെ ലോ ലിക്വിഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു കൺഫർമേഷൻ ആണെങ്കിൽ പോലും നമ്മളിതിൽ കയറുക, അതിൻ്റെ ലോ കയറാതിരിക്കുക, അതിൻ്റെ ലോ ലിക്വിഡേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഒരു കൺഫർമേഷൻ കിട്ടി, IFC ക്യാൻഡിൽ കിട്ടി, ബോഡി ബ്രേക്ക് ചെയ്ത് മിറ്റിഗേഷനിലാണ് എടുക്കണമെങ്കിൽ ഇവിടെയൊക്കെ പ്രീവിയസ് ഹൈ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇതേപോലെ പ്രൈസ് ഈ സിംഗിൾ ക്യാൻഡിലൊക്കെ തന്നിട്ട് പ്രീവിയസ് ഹൈ എടുത്തോ. തൊട്ട് മുമ്പ് എന്താ ചെയ്തത്, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ഒരു ലോയിൽ തന്നെ പ്രൈസ് വന്ന പ്രീവിയസ് ഹൈ കയറിയില്ല, എടുത്തില്ല പ്രൈസ്. ഇവിടെ നോക്കിയാൽ ഇവിടെ പ്രൈസ് ഈ കൺഫർമേഷൻ തന്ന സമയത്ത് പ്രീവിയസ് ഹൈ പോയില്ല, ഇവിടെ പ്രീവിയസ് ഹൈ പോയില്ല, പിന്നീട് പ്രൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ പ്രീവിയസ് ഹൈ ടാർഗറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്നൊരു എൻട്രി എടുത്തു അല്ല, ഏകദേശം 38 എന്നുള്ള ഇത് നമ്മുടെ പ്രീവിയസ് ഹൈ ഏതാണ് 65 എന്നുള്ളതാണ്. നമ്മൾ പ്രീവിയസ് ഹൈ വെക്കാതെ നമ്മളിവിടെ ഒരു 5 മിനിറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം, അല്ലെങ്കിൽ ഒരു 1:2 കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു 1:1 ഒക്കെ കിട്ടുന്ന രീതിയിൽ ട്രേഡുള്ളത്. ഇപ്പോൾ ഈ ഒരു സൈഡ് വേഡയാണ്, പക്ഷേ ഈ ഒരു 50 മിനിറ്റിനെടുത്താലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിരുന്നു. മനസ്സിലായോ? നെക്സ്റ്റ് ഇത് നോക്കിയേ, അടുത്ത സിംഗിൾ ക്യാൻഡിൽ കിട്ടി, ഹൈ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇത് ബിയറിഷാണ്, ഇത് ബുള്ളിഷാണ്. അപ്പോൾ ഇത് ബിയറിഷോ ബുള്ളിഷിലേക്ക് പോകാം. അപ്പോൾ ബുള്ളിഷ് ട്രെൻഡ് ഇപ്പോഴും ബുള്ളിഷ് തന്നെയാണ്. അപ്പോൾ പരമാവധി ബുള്ളിഷിലേക്ക് ആദ്യം പ്രൈസ് എന്ത് ചെയ്തു, പ്രൈസ് ഇവിടെ വന്ന് ഇതിൻ്റെ ഹൈ എടുത്തു, സിംഗിൾ ക്യാൻഡിൽ വന്നു, പ്രീവിയസ് ലോ ടാർഗറ്റ് എടുത്തു, അതിന് ശേഷമാണ് പ്രൈസ് തിരിച്ച് കയറിപ്പോയേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 50 മിനിറ്റിൻ്റെ മാത്രമാണ് നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട്. ഞാൻ തേസ്റ്റേഡ് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. തേസ്റ്റേഡ് നോക്കിയേ, പ്രീവിയസ് സെക്ഷൻ്റെ ലോ എടുത്തു, അതേപോലെ തന്നെ സിംഗിൾ ക്യാൻഡിൽ വന്നു, നെക്സ്റ്റ് മിറ്റിഗേഷൻ നടന്നു. ഇതിൻ്റെ ലോ എടുത്തിട്ടില്ല പ്രൈസ് ഇപ്പോഴും കണ്ടോ, ഇപ്പോഴും ആ ലോ എടുക്കാതെയാണ് പ്രൈസ് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഇട്ടതായിരുന്നു. നേരെ നെക്സ്റ്റ് നോക്കിയാൽ ലണ്ടൻ കഴിഞ്ഞു, ലണ്ടൻ്റെ ഹൈ എന്ത് ചെയ്തു എടുത്തു. ഇവിടെ നിന്ന് നമുക്ക് കൺഫർമേഷൻ ഇല്ല, ഇവിടെയാണ് നമുക്ക് നല്ലൊരു IFC ക്യാൻഡിൽ തന്നിട്ടുണ്ട്, പ്രീവിയസ് ലോ ടാർഗറ്റ് എടുത്തു, നെക്സ്റ്റ് ലോയും ടാർഗറ്റ് എടുത്തു. നല്ല ട്രേഡ് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ട്രേഡുകൾ നമ്മൾ എടുക്കണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി സേഫായിട്ട് പ്രോഫിറ്റ് എടുക്കാം, നമുക്ക് അധികം ലോസ്. പക്ഷേ ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ ടാർഗറ്റ്, ആ ടാർഗറ്റ് വെക്കാതെ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായ ലോസൊക്കെ നിങ്ങൾ നോക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നോക്കി നിൽപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, നിങ്ങൾ ലാഭമൊന്നും എടുക്കില്ല കേട്ടോ. ഇപ്പോൾ ഇങ്ങനെയുള്ള ട്രേഡുകളൊക്കെ നിങ്ങൾ പരമാവധി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടി പ്രോഫിറ്റിൽ പോകാം. അപ്പോൾ നമുക്ക് ആ ട്രേഡുകളൊക്കെ എടുത്തെടുത്ത് പോയാൽ മതി, അല്ലാതെ വേറെ ഒരുപാട് ട്രേഡുകളൊന്നും എടുക്കണ്ട. അപ്പോൾ ഞാൻ പറയണ ഇത്രയുമേ ഉള്ളൂ, ഇതേപോലെയുള്ള ചെറിയ ട്രേഡുകൾ ഈ സെക്ഷനിൽ എടുക്കാൻ നോക്കി. ഇനിയിപ്പോൾ ന്യൂയോർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ന്യൂയോർക്കും ബുള്ളിഷിൽ വരും. ആദ്യം തന്നെ ന്യൂയോർക്ക് വന്ന് ലണ്ടൻ്റെ ലോ എടുത്തിട്ട് 50 മിനിറ്റിൽ IFC ക്യാൻഡിലോ സിംഗിൾ ക്യാൻഡിലോ കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് ബൈ എടുക്കും. അല്ല ഇവിടെ വന്നിട്ട് ഹൈ എടുത്തിട്ടാണ് IFC ക്യാൻഡിലോ സിംഗിൾ ക്യാൻഡിലോ എന്നുണ്ടെങ്കിൽ പ്രീവിയസ് ലോ ഒക്കെ ടാർഗറ്റ് വെക്കുക, എന്നിട്ട് എന്തെങ്കിലും കറക്റ്റായിട്ട് ബ്രേക്ക് ചെയ്യാൻ ഇടുക, എന്നിട്ട് ഇതിൻ്റെ ലോ എടുക്കണമെങ്കിൽ വീണ്ടും പ്രൈസ് തിരിച്ച് റിയാക്ട് ചെയ്യും. അപ്പോഴും കൺഫർമേഷൻ കിട്ടി ധൈര്യമായിട്ട് ബൈ എടുത്തോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഗോൾഡിൽ പറയാനുള്ളത്. കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് എടുത്ത് പോകാവുന്ന മാസമാണ്. അതേപോലെ ജാനുവരി മുതൽ ഒക്ടോബർ വരെ കിടിലം മന്തായിരുന്നു നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിനേക്കാളൊക്കെ കൂടുതൽ. അപ്പോൾ നല്ല പ്രോഫിറ്റൊക്കെ എടുത്ത് പോയിട്ടുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ പരമാവധി നിങ്ങളും നിങ്ങളുടെ കഴിഞ്ഞ ഈ വർഷത്തെ ട്രേഡൊക്കെ മൊത്തം ഓഡിറ്റ് ചെയ്യുക, എത്ര പ്രോഫിറ്റ് നമ്മൾ എടുത്തു, അതൊക്കെ ഇനി എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് നമ്മൾ കൈകാര്യം ചെയ്തത്, അടുത്ത വർഷം എന്തൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങുകളൊക്കെ നടത്തും. മനസ്സിലായോ? ഏകദേശം ഇനി ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഈ വർഷം കഴിയണേണ്. അപ്പോൾ അടുത്ത വർഷം അടിപൊളിയാക്കണമെന്നുണ്ടെങ്കിൽ ഈ വർഷം നമ്മൾ ട്രേഡ് എടുത്ത് പോയാൽ അതൊക്കെ പക്കയായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ നമുക്ക് ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വരാം. മന്ത് ഒരു ബിയറിഷാണ്, 2-3 മാസമായിട്ട് പ്രൈസ് ഒരു ബിയറിഷ് ഈ റേഞ്ചിൽ വന്നിട്ട് പ്രൈസ് പതിയെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കണേ അല്ലേ. അപ്പോൾ നമുക്ക് വീക്കിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രൈസ് ഈ ഹൈ ഇവിടെ ഈ ഒരു വീക്ക് ചിലപ്പോൾ ഒന്ന് റിയാക്ട് ചെയ്യും കേട്ടോ.
ഇവിടെ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തേക്കുന്നുണ്ട്. പെട്ടെന്നൊരു വീഴ്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വിൽക്കുന്ന പ്രൈസ് തിരിച്ച് കയറാം. നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെയിലി നമ്മുടെ ഈ അടുത്ത ട്രേഡിൻ്റെ ടാർഗറ്റ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇതായിരുന്നു ടാർഗറ്റ്. അടിപൊളി ട്രേഡ്സുകളായിരുന്നു അതല്ല. ഇനിയിപ്പോൾ നമുക്ക് ഡേയുടെ ഒരു ഐഡിയ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഇവിടെ വന്നെ, ഇവിടെ ഇതും ഇൻസൈഡിൻ്റെയാണ്. പ്രൈസ് മുകളിലേക്ക് വന്നെ. നമുക്ക് 4 hourലേക്ക് വരാം. ഇപ്പോൾ റേഞ്ചിൽ നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബൈയും സെല്ലും നോക്കാവുന്നതാണ്. ഇപ്പോൾ 4 hourലെന്നൊക്കെ വേറെ ഒന്നും എൻട്രി ഇല്ല. നേരെ 1 hourൽ 15 minute ഒക്കെ നോക്കിയിട്ട് സെക്ഷൻ്റെ നമ്മുടെ ഇപ്പോൾ ഗോൾഡിൻ്റെ അവസ്ഥ തന്നെയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു എല്ലാ കറൻസികളിലും എല്ലാത്തിലും കാണാം. നിങ്ങൾക്കിപ്പോൾ വലിയ സിങ് ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ റേഞ്ചിൽ തന്നെയായിരിക്കും ചിലപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ റേഞ്ച് എടുക്കുന്നതനുസരിച്ച് വേണ്ട പ്രൈസ് ഓരോ ലിക്വിഡിറ്റി എടുക്കുന്നതനുസരിച്ച് പ്രൈസ് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഈ ലിക്വിഡിറ്റി എടുത്ത പ്രൈസ് റിയാക്ട് ചെയ്തു, ഈ ലിക്വിഡിറ്റി എടുത്ത പ്രൈസ് റിയാക്ട് ചെയ്തു, അതിനുശേഷം പ്രൈസ് ഇങ്ങനെ നിൽക്കണേ. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു സമയത്ത് പ്രൈസ് ഇങ്ങനെ റിയാക്ട് അല്ലാത്ത സമയത്ത് ഇങ്ങനെ നിൽക്കും, വീണ്ടും ഒന്ന് റിയാക്ട് ചെയ്യും, തിരിച്ചു വരും, അല്ലാത്ത സമയത്ത് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇനിയും ഇതേപോലത്തെ അത് നമുക്ക് പറയാൻ പറ്റില്ല ഏത് സ്ഥലത്താണ് ഇപ്പോൾ ഈ ഹൈ ആണ് എടുക്കണത് ലോ ആണ് എടുക്കണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ന്യൂസ് സമയത്ത് കറക്റ്റായിട്ട് മാറിയിരിക്കുക. ന്യൂസ് സമയത്ത് ഇങ്ങനെ ഒരു ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാലും ഒരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ നിന്ന് സെല്ലെടുത്തോ. കണ്ടോ പ്രീവിയസ് ലോയും പിടിച്ചുകൊണ്ടിരിക്കരുത്. ചിലപ്പോൾ എന്നായിരിക്കും വന്ന് ഇടിക്കണമെന്നറിയില്ല. കണ്ടോ വീണ്ടും. അപ്പോൾ നമുക്ക് മിറ്റിഗേഷൻ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയാനുള്ളൂ. മിറ്റിഗേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, IFC ക്യാൻഡിൽ സിംഗിൾ ക്യാൻഡിലും കൺഫേം ആയിക്കഴിഞ്ഞാൽ ട്രാപ്പല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ആ ട്രേഡുകൾ എടുക്കുക. ട്രാപ്പിലൊന്നും കയറാതിരിക്കുക. അപ്പോൾ നമ്പർ ഓഫ് ട്രേഡ്സ് കുറവായിരിക്കും, പക്ഷേ കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ആഴ്ചയിൽ ഒരു 10 ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു 5 ട്രേഡ് അതിൽ ചെയ്യാൻ പറ്റി. 5 ട്രേഡ് ചെയ്താലും നിങ്ങൾ നല്ല പ്രോഫിറ്റിൽ തന്നെയായിരിക്കും പോകുന്നത്. അപ്പോൾ ഓരോ മാർക്കറ്റിലും കിട്ടുന്ന ട്രേഡുകൾ എടുത്തു. USD നമ്മൾ നോക്കുമ്പോഴത്തേക്കും മന്ത് ഏകദേശം ഒരു റേഞ്ചിൽ വന്ന് നിൽക്കണേണ്. വലിയ ബുള്ളിഷ് എന്ന് പറയാൻ പറ്റില്ല. കണ്ടോ വീക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കണേണ്. ലിക്വിഡിറ്റി എടുക്കുന്നു അല്ലാതെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. ഡേയുടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന ധൈര്യമായിട്ട് ലോങ് ടൈം ബൈ എടുക്കുക. 4 hourലാണെന്നുണ്ടെങ്കിലും അവിടെ തന്നെ ഒരു BOI ഉണ്ട്. ധൈര്യമായിട്ട് 4 hourൻ്റെ BOIയിൽ തന്നെയാണെങ്കിൽ ലോങ് ടൈം ബൈ എടുക്കുക. 1 hourൻ്റെ വലിയ ലോങ് ടൈം. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന സെല്ലുകളും ധൈര്യമായിട്ട് എടുക്കുക, ഒരു പ്രശ്നമില്ല. ലോങ് ടൈം കിട്ടുന്ന എൻട്രികൾ എടുക്കുക. നമുക്കിപ്പോൾ ഓസ്ട്രേലിയൻ ഡോളറിലൊരു ഡേയുടെ ഒരു ബൈ എൻട്രി നിൽക്കുന്നുണ്ട്. സിങ് ട്രേഡാണ്. പക്ഷേ എത്രത്തോളം റിയാക്ഷൻ തരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ധൈര്യമായിട്ട് സിങ് തന്നെ എടുക്കുക. കിട്ടിയ കൺഫർമേഷനിൽ നേരിട്ട് എടുക്കുക. മന്ത് നോക്കണമെങ്കിൽ നമ്മുടെ ബ്രിട്ടീഷ് പൗണ്ടിൻ്റെയൊക്കെ പോലെ തന്നെയാണ്, മറ്റുള്ള കറൻസികളൊക്കെ പോലെ തന്നെയാണ്. ഈ ഒരു റേഞ്ചിൽ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രൈസ് ഈ ലോ വന്നിട്ട് ഇവിടെ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. തിരിച്ച് റിയാക്ട് ചെയ്യുമോ എന്തോന്നൊക്കെ നോക്കാം കേട്ടോ. ഡേയുടെ കറക്റ്റായിട്ട് നമ്മളിത് പറഞ്ഞതാണ്. നല്ലൊരു ഹൈ പ്രയോറിറ്റി ട്രേഡാണ് പ്രൈസ് ഈ പൊസിഷനിൽ. ഇത്രയും ലിക്വിഡിറ്റി ഈ ഒരു റിയാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇത് റിയാക്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ഫ്രൈഡേ വന്നിരിക്കുന്ന ഡേയുടെ ക്യാൻഡിലൊരു IFC ക്യാൻഡിലാണ്. നെക്സ്റ്റ് ഇന്ന് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ അടുത്ത ദിവസം മുതൽ പ്രൈസ് ഇവിടെ നിന്ന് റിയാക്ട് ചെയ്ത് ഇവിടം വരെ പോകും. എത്ര ദിവസം കൊണ്ട് പോകാൻ ചിലപ്പോൾ 2-3 ആഴ്ച എടുക്കും. ഒരു ഗ്യാരണ്ടി ഇല്ല. എന്താ വെച്ചാൽ ഈ ഒരു മാർക്കറ്റിലാണ്. അപ്പോൾ ധൈര്യമായിട്ട് ആ ഒരു ബൈ എടുത്ത് പോവുക. നമുക്കിപ്പോൾ 4 hourലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ ക്യാൻഡിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. ആ റിയാക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ട്രേഡിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രേഡുകളൊക്കെ എടുക്കുക. എന്നാൽ നമുക്ക് കിട്ടുന്ന സെല്ലിലേക്കൊക്കെ കിട്ടുന്ന സാധ്യതകളൊക്കെ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ സെല്ലിലേക്ക് കിട്ടുന്ന സാധ്യതകളൊക്കെ പരമാവധി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് കിട്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ മാസമൊക്കെ ഇതേ രീതിയിലൊക്കെ ട്രേഡ് ചെയ്യണമെങ്കിൽ നല്ല പ്രോഫിറ്റ് കിട്ടി പോകാവുന്നൊരു മാസമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് അടിപൊളിയായിട്ട് ട്രേഡ് ചെയ്യുക. എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാകട്ടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.